ഇവിടെ കാണാണ്ടോ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അതെ, അന്നത്തെ ചലഞ്ചിൽ ഉണ്ടായിരുന്ന ഗസ്റ്റിന്. അപ്പം ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അൽഫാം മന്തി ഈറ്റിംഗ് ചലഞ്ച്. അതെ, ഇതിന്റെ റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓരോ സ്പൂണ് എത്ര 10 മിനിറ്റ് ടൈമിൽ എത്ര സ്പൂണ് വെച്ചിട്ടാണ് ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കണേ അവരില് വിന്നർ. തോറ്റ് കഴിഞ്ഞ എന്താന്ന് പറഞ്ഞത്? തോറ്റ് കഴിഞ്ഞ പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. പച്ചമുളക് മിനിമം 2 മണി എടുത്ത് കഴിക്കണം. കഴിഞ്ഞ ചലഞ്ചിന്റെ അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും തോറ്റു കൊടുക്കില്ലേ ചലഞ്ച്. ഞാൻ ജയിക്കും. അപ്പൊ അവനവണ്ട് അത് തീറ്റിക്കുക. അന്ന് തിന്നിട്ട് കാണിച്ച പോലെ ഇന്ന് നമുക്ക് ഇതിൽ കാണാം. ഞാൻ എന്തായാലും ഞാൻ തോക്കാൻ പോലെ. പിന്നെ അറിഞ്ഞു കൊടുക്കണോ? നിനക്കും തോറ്റ പച്ചമുളക് കഴിക്കണ. അപ്പൊ തുടങ്ങല്ലേ ചലഞ്ചിക്ക്? അപ്പൊ നമുക്ക് ഇതിൽ കള്ളക്കളി കളിക്കാണ്ടിരിക്കും. അമ്മ നമുക്ക് ഇട്ടേരും ഓരോ സ്പൂൺ വെച്ചിട്ട്. അതെ, 10 സമയം ഏറ്റവും കൂടുതൽ ആരാണ് കഴിക്കുന്നത് ഓരോ പീസ് അൽഫാമും പിന്നെ റൈസ് ഞാനാണ്. ആരാണ് കൂടുതൽ ഇങ്ങനെ അവരാണ് വിന്നർ. അപ്പൊ ചാലഞ്ച് തുടങ്ങാൻ 10 സമയം വെച്ചിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങല്ലേ? 3 2 1 ഗോ. മരൊക്കെ മുറിച്ചിട്ടുണ്ട്. കഴിച്ചോ? എന്തായാലും തോറ്റു കൊടുക്കാൻ പാടില്ല മുളക്. അയ്യോ, കഴിഞ്ഞ ചലഞ്ചിന് മുളക് കഴിച്ചിട്ട് മിനിമം 2 എണ്ണം. അത് ചിക്കനൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പൊ അതിന് എക്സ്ട്രാ ടൈം. പിന്നെ ഇപ്പൊ അത് കഴിച്ചാൽ മതി. എനിക്ക് കഴിയും മുളക് കഴിക്കാൻ. കൈ കൊണ്ട് കഴിച്ചോ? കഴിച്ചോട്ടാ. നല്ല മന്തി. ഇത് തൃശ്ശൂരിന്റെ ഹരിയുടെ സ്പെഷ്യൽ മന്തിയാണ്. എടാ വേഗം കഴിക്കുകയാണ്. തോക്കുനി മുളക് കഴിക്കേണ്ടിണ്ടാ പറ്റിച്ചാൽ റൈസ് മാത്രം നല്ല ടേസ്റ്റ്. റൈസ് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇല്ലേ? ഇത് ഞാൻ ജയിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് മുളക് തിന്നോളൂ. അയ്യോ സാരടി, നീ ഭയങ്കര സ്ലോ ആലോ. എനിക്ക് ഇങ്ങനെ വേഗം കഴിക്കാൻ ഇഷ്ടമില്ല. നിന്റെ ഫുഡ് അടി സ്ലോ ആണോ? ഞങ്ങൾക്ക് വേഗം കഴിക്കാൻ ഇഷ്ടമില്ല. ഞങ്ങൾക്ക് സ്ലോ കഴിക്കാൻ അയ്യോ ഇത് കഴിച്ചോക്കെ ഛർദിക്കോ? അപ്പൊ അടിപൊളി ചലഞ്ച് പോണം. ഞാന് വയറുന്ന നിറഞ്ഞാല് എന്തായാലും മുളക് കഴിക്കുന്ന ഒരവസ്ഥ ഞാൻ തീയില്ല. അയ്യോ, കഴിഞ്ഞ ചലഞ്ചിന് മുളക് കഴിച്ചതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അയ്യോ, എനിക്കെന്തിട്ട് കൊറേ സാധനങ്ങള് എന്റെ ഫുഡില് പകുതിയാക്കുന്നുണ്ട്. അതാ അടുത്ത ട്രിപ്പ് തരാൻ റെഡി ആയിക്കോട്ടാ. എന്റെ പേടി എനിക്ക് ഫുഡ് മൊത്തം എടുത്തേക്ക് പോണേ. ഹരാ കള്ളം കഴിച്ചാൽ നോക്കിയാ ഇത് വേണോ ടീസ്പൂണിൽ അടിക്കേ. അവർ കടിച്ചിരിക്കുമ്പോഴേക്കും
മൈൻഡ് ചെയ്യണ്ട ഇതിനെ ശരിക്കുള്ളതാ. അപ്പൊ അതായത് എന്റെ മൂന്നാമത്തെ ട്രിപ്പ് ടോട്ടല് മൂന്നാമത്തെ സ്പൂൺ. ഫസ്റ്റ് രണ്ടെണ്ണം ഇപ്പൊ ഒരെണ്ണം. അഞ്ച് മിനിറ്റ് ബാക്കി. ഫുഡ് കഴിക്ക്. അമ്മാവിന്റെ മൂന്നാമത്തെ കഴിയാതെ അമ്മല്ല എനിക്ക് മുളക് കഴിക്കാൻ വയ്യ. വയററിഞ്ഞു. അതെ അടുത്ത് 2 സ്പൂൺ കേട്ടോ. 2 സ്പൂൺ കേട്ടോ. പിന്നെ ടോട്ടൽ 5. അത് തിന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ടൈം കഴിഞ്ഞാലോ അപ്പൊ മൊത്തം ഇല്ലല്ലേ അതിഞ്ഞു. ഇതിപ്പോ എന്റെ 4ാമത്തെ അല്ലേ? എനിക്കൊരു സ്പൂൺ മുത്ത് വേണ്ടേക്ക് വേണ്ടേക്ക് ഹരിനെ 2 സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നോട്ടാ ആദ്യം. നല്ല 2 കളയോ മാളു ചേച്ചി എടുത്തോ. തമ്പുവാ മാള കഴിക്കണോ? ടൊമാറ്റോ സോസ് വേണം. ഇത് വെച്ച് വേണ്ടേക്കാൻ പറ്റും. കഴിച്ചോളൂ. കഴിക്കാൻ പറ്റും. നല്ല സാധനം മേടിച്ചു. ഇങ്ങനെ പോണതൊക്കെ എനിക്ക് മുളക് കഴിക്കണം. എന്റെ വയറൊക്കെ പൊട്ടായി. മുളക് ഉണ്ടോ? അപ്പൊ വേണ്ട ഇഞ്ചി അടുത്തിട്ടല്ല ആർത്തി പിടിച്ച് കഴിക്കണേ. ചലഞ്ചാ തീറ്റ മനസ്സിലൊന്നും എങ്ങനെയാ നിനക്ക് വേണ്ടി ഞാൻ 5 സെക്കൻഡ് വെറുതെ ഇരിക്കാം. സെറ്റ് ആവട്ടെ. എന്തായാലും 5ാമത്തെ എന്റെ അതിന് എത്ര 3ാമത്തെയാ? അതുകൊണ്ട് ചെയ്യേണ്ടത് ഞാൻ 5 മിനിറ്റ് വെറുതെ കസരം കിടന്നു തുടങ്ങിയാലോ. ശരിയാ ആമയും കഥയില്ല. 3 മിനിറ്റ് 2.5 മിനിറ്റ് ബാക്കി കേട്ടോ. അയ്യോ തിന്നോ. ചിക്കൻ കുറച്ചോട്ടെ അത് കുറച്ചോട്ടെ. എനിക്ക് പറ്റുന്നില്ല. പറ്റില്ല എന്നാ ചിപ്പനെ തുടങ്ങിക്കോ. പിന്നെ ജന്മം ഞാൻ മുളക് കഴിക്കില്ലാന്ന് തീരുമാനിച്ചിരിക്കുക. അപ്പൊ എന്ത് വന്നാലും ഞാൻ ചാലത് വിട്ടുകൊടുക്കില്ല. മുളക് കഴിച്ചാൽ നിർത്താം. മുളക് കഴിക്കുന്ന പറയാണെങ്കിൽ ഞാൻ തോക്കണ മുളക് എന്ത് മുളക എന്നാ മാളിന്റെ സൈഡാ മാളുവിന്റെ സൈഡല്ലേ കള്ളക്കളിയാ. 5 മിനിറ്റ് ഒരു മിനിറ്റ് കാട്ടി. ഞാൻ ജയിച്ചേ. ഞാൻ നിർത്തി. ഒരു മിനിറ്റ് കഴിക്കണം. പറ്റില്ല. ഞാൻ തോറ്റു.
ഇതോട്ടാ. അത് ഈ കഴിച്ചൊക്കെ ഛർദിക്കും. അതിന് മേലെ നിൽക്കുന്നത് നീ എത്രയാണോ? 5 എത്ര? 5. ആണോ? നീ എത്രയാ? 4 ഞാനല്ലേ അപ്പൊ 6 വീഡിയോയിൽ നോക്കാം. എഡിറ്റ് ചെയ്യുമ്പോ ഇടാം എത്രയും മതിയുടെ വയറൊക്കെ പൊട്ടടില്ലേ? ഫിനിഷ് കിട്ടി. അയ്യോ അപ്പൊ തോറ്റില്ലേ? എന്തായാലും 20 സെക്കൻഡ് ടൈമർ ഉണ്ട്. അപ്പൊ നമുക്ക് പണിഷ്മെന്റ് ഇല്ല. ആ പണിഷ്മെന്റ് ഇല്ല, വേഗം എടുത്തോ. പണിഷ്മെന്റ് കഴിക്കാൻ ഛർദിക്കടാ. സാരിയ ചലച്ചെന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ. സോസിൽ മുക്കി കഴിക്കാൻ പറ്റുമോ? എന്തേ അപ്പൊ നിനക്ക് ബുദ്ധിമുട്ടി കഴിച്ചു നീ? ഞാൻ എന്താ 10 മിനിറ്റായി അലാറം അടിച്ചു. 10 മിനിറ്റായി. ഓക്കെ ഒരെണ്ണം കഴിക്കൂ, തുടങ്ങിക്കോ. ഒരെണ്ണം കഴിക്കൂ. ചലഞ്ച് ചെയ്യുന്നത് പറയുമ്പോ രണ്ടാണെന്നല്ല. രണ്ടെണ്ണം ഞാൻ കേട്ടില്ല. നീ കേക്കാത്ത എന്റെ കുട്ടല്ല തുടക്കമേ പറഞ്ഞത് ഞാൻ. എനിക്ക് മുളക് യെസ്. ആ ശരി, 2 കഴിച്ചാൽ മതി. ചെറുത്തൊക്കെ പറക്കി വന്നാൽ ഞാൻ ഇപ്പഴെടുത്ത് വയ്ക്കാൻ പോവാ 2 വീട്ടിൽ ചെറുത് നോക്കി നിനക്ക് ക്യാമറ എടുത്തുകൊണ്ട്. അപ്പൊ അത് ഐശ്വര്യമായിട്ട് തുടങ്ങാം. മുളക് കഴിച്ചു. ഏറ്റവും കുഞ്ഞ മറ്റേ ഇത് ശോഷിച്ചു പോയ പച്ചമുളകളോ. അവൻ ചലഞ്ച് കഴിഞ്ഞൂട്ടാ. ചലഞ്ച് കഴിഞ്ഞതാണ്. അവൻ ചിക്കനെ ഭംഗി വരുത്തി മയോണൈസ് വെച്ചിട്ട് ചിക്കനെ കുളിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാന് ഏറ്റവും കുഞ്ഞ മുളകില്ലേ എല്ലാ മുളകും കൊണ്ട് എടുത്ത് വെച്ചിട്ട് നോക്കി ഇതൊക്കെ തിന്നാ ഞാൻ ചത്തു പോകുന്നുണ്ട്. ഇതരിയില്ല സമയങ്ങളല്ലേ. നമുക്ക് മയോണൈസിൽ ബുക്കിട്ടൊക്കെ കഴിക്കാം. നീ എങ്ങനെയാണ് കഴിച്ചോ? മയോണൈസ് മാത്രം പിന്നെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാറെടുത്താലോ? കിരിഞ്ഞ് ഇഷ്ടായി. എനിക്കറിയില്ല, എനിക്ക് അന്നാണ്ട് ചവക്കിനി വെച്ചത് പറയാം. കൈക്ക് ചവക്കി നല്ല ടേസ്റ്റ്. അത് വേണോ? എന്നാ കഴിച്ചോ, കടിച്ചോ. ഒന്നും തൊട്ടിട്ടില്ല. എന്റെ അവിടെ ഫിനിഷ് ആയി. അയ്യോ പിടിക്കല്ലേ, കയ്യെരിയും. ഇതൊരു ടേസ്റ്റ് ഇല്ല, പക്ഷെ എരിവില്ല. ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഇല്ല, പക്ഷെ എരിവില്ല. നീ ചാടണ വിറക്കുന്ന ഷോക്ക് അടിച്ച. അത് ഇറക്കുമ്പോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത തന്നെ. ഏറ്റവും കുഞ്ഞിതടുത്തത് കുറച്ച് തടിയുണ്ട്. അമ്മ വേറെ ഉണ്ടോ? അയ്യാടാ അടുത്തത് ഞാവാണ്. കടിച്ചപ്പോ ചെറിയ കടിക്കുന്ന വേഗം നിന്റെ റിയാക്ഷൻ കാണട്ടെ. എനിക്ക് അതിലൂടെ കുട്ടികളെ കുറച്ചുണ്ട്. ഓ ഞാൻ നിന്ന് അത്ര ഇരുന്നില്ല. ഇത് വെത്തോളില്ല. ടേസ്റ്റ് ഒന്നും അറിയാറില്ല. ഉപ്പ് നിന്ന ടേസ്റ്റ് അറിയാം. വെള്ളം ചേർത്ത ചവച്ച് അയ്യോ വീഡിയോ പോലെ കഴിക്കാൻ പോകണോ? കഴിച്ചോ? കഴിക്കാൻ പോകുന്നുണ്ടാ. അവിടെ കുറച്ച് എരിവുണ്ട്, പക്ഷെ കുഴപ്പമില്ല.
അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എരിയില്ലാന്ന് കണ്ടപ്പോ നോക്കി എന്റെ മുഖം വിഷമായിട്ടിരിക്കുന്നു. അന്നത്തെ പോലെ അവൻ എരിഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിച്ചു. അയ്യോ മളകുന്നില്ല അത് മതി എനിക്ക്. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് മറ്റേ അച്ചാറിലെ കുറച്ച് എരി കൂടിയ പോലെ തോന്നുള്ളൂ. അതെ അതെ. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നു ഇതില്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാല്ലേ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞുമൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.